ഇതാണ് ഇന്നത്തെ പണി. ഇന്ന് ഞായറാഴ്ച കോഴിവളം കോഴിവളത്തെ പണിയാട്ടോ. ഞായറാഴ്ച നല്ല വന്നു. 30 ചാക്കുണ്ട്. 30 ചാക്ക്. ഒരു ചാക്ക് ഏകദേശം ഒരു 10-30 കിലോ വരുന്നു തോന്നണം, ഉറപ്പില്ല. നമ്മൾ തൂക്കി നോക്കിയിട്ടൊന്നുമില്ല. ഇതൊക്കെ പണയാട്ടോ, ചെങ്കൽ പണയാണ്. ഇതെല്ലാം അടിച്ച് തീർന്നിട്ട് വീണ്ടും മണ്ണൊക്കെ ഇട്ട് നികത്തി വാഴയും അതേപോലെ കശുവണ്ടിയും. ഇതിപ്പോൾ കോഴി ഫാം ആക്കി വെച്ചിരിക്കുക. കോഴി ഫാമെല്ലാം കാണാൻ എന്നെ അടിപൊളി ഫാമാണെന്നറിയാം. നല്ല വൃത്തിയുണ്ട്, നല്ല അടിപൊളി ഫാമാണ്. അതിനിടയ്ക്ക് ഇതാ ബായി ഒരു പഴം കൊല പഴുത്ത് കിടപ്പുണ്ട്. അത് നമുക്ക് വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ ആന്നും പറഞ്ഞു. അതാ പുള്ളി കൊത്തിയപ്പോൾ താഴെ പോയി കേട്ടോ, താഴെ വീണു. അത് എടുത്തിട്ട് വരുന്ന വരവാ. പുള്ളിക്കാരൻ നേരെ വന്ന് നമ്മുടെ വണ്ടി കൊണ്ട് വെച്ച് തന്നു. നല്ല വലിയ കൊലയാട്ടോ, ഒരു 9 കിലോ 10 കിലോ കാണുമെന്ന് തോന്നുന്നു. ഇതെല്ലാം കണ്ടോ, ഇതെല്ലാം പണയായിരുന്നു. ഇന്നൊക്കെ എത്ര കല്ലെടുത്താണെന്നറിയോ. ഇതൊക്കെ കശുവണ്ടി ആക്കിയപ്പോൾ. ഈ ഞായറാഴ്ച പണിയാട്ടോ. ആദ്യം ഒരെണ്ണം പോയിട്ട് വന്ന്, അത് വലിയ കുഴപ്പമില്ലാത്തതായിരുന്നു. കുറച്ച് കിണറിന്റെ സാധനങ്ങൾ കയറ്റാൻ ഇറക്കാനൊക്കെ. ഇതിപ്പോ കോഴിവളം നമ്മൾ നേരത്തെ കണ്ടില്ലേ വീഡിയോയിൽ, ആ സാധനം ഇറക്കി കയറ്റി വാടിയും കയ്യിലാക്കി പോയപ്പോഴേക്കും അടുത്ത വിളി വന്നിട്ടുണ്ട്. അതും അൽസിപ്പുൽസ് പണിയാണ്, വിറകെടുക്കൽ. ഈ ചൂടത്ത് വിറകെടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് മക്കളെ ഈ പണി നിർത്തിയിട്ടാണ് പോകാൻ തോന്നുന്നത്. പിന്നെ പട്ടിണി കിടക്കണ്ടല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത് കേട്ടോ, ഒരു പണി ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് നൊസ്റ്റാൾജിയ തരുന്ന വഴി കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴേ ഇതേ കൂടെ കൃഷ്ണാട്ടൻ, കണ്ണാട്ടൻ, നമ്മളെ നാട്ടിന്റെ ഇടയിലൂടെയുള്ള വഴി. അപ്പോൾ വിറകിന്റെ ടീം വിളിച്ചിട്ട് എടുക്കുന്നില്ല കേട്ടാ. നമുക്ക് വണ്ടി സ്റ്റാൻഡിൽ കയറ്റിയേക്കാം, ചൂടല്ലേ. റെസ്റ്റ്. ഇതാണ് നമ്മുടെ പാർക്കിംഗ്, മാവിൻചോട്.